ശ്രീ കുമ്മനം രാജശേഖരൻ ഈ വാർത്തയോട് പ്രതികരിക്കുകയാണ്. ശ്രീ കുമ്മനം രാജശേഖരൻ, അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ ഈ വാർത്ത. അതായത് ബസ്തറിൽ ഏതാണ്ട് 1970കളുടെ ആ കാലഘട്ടത്തിൽ അവിടെ എത്തി പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായി വനമേഖലകളിൽ പ്രവർത്തിക്കുന്ന ബസ്തർ ബിഷപ്പ്, ഇപ്പോൾ അദ്ദേഹം മാർ ജോസഫ് കൊല്ലംപറമ്പിൽ ജനം ടിവിയോട് പ്രതികരിക്കുന്ന ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ക്രൈസ്തവർക്ക് പ്രവർത്തിക്കുവാനോ അവരുടെ വിശ്വാസങ്ങളിൽ ഏർപ്പെടുന്നതിനോ ഒന്നും ഒരു തരത്തിലുമുള്ള പ്രതിസന്ധിയുമില്ല. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ അങ്ങേക്കറിയാമല്ലോ, കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഇവിടെ പ്രചരിപ്പിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിന് ഛത്തീസ്ഗഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു വലിയ വൈരുദ്ധ്യമല്ലേ ശ്രീ കുമ്മനം ഈ പ്രതികരണത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്? ഈ ഛത്തീസ്ഗഡിലെ ഈ സമീപകാലത്തുണ്ടായ സംഭവവികാസങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ അറിയാനുണ്ട്. വളരെ പെട്ടെന്ന് ഇത്രയധികം ഒരു സംഘർഷാത്മകമായ ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിച്ച് മുതലെടുപ്പ് നടത്താൻ വേണ്ടി ചില ശക്തികൾ ഇതിനിടയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവർക്ക് രാഷ്ട്രീയ ലാഭമായിരിക്കാം, സ്വാർത്ഥ നിക്ഷിപ്ത സ്ഥാപിത താല്പര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ ലക്ഷ്യം. പക്ഷെ അതിന് കുരുതി കൊടുക്കേണ്ടി വരുന്നത് വലിയൊരു സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെയും അവർ തമ്മിലുള്ള സ്നേഹ ബഹുമാനങ്ങളെയും ഒക്കെയാണ്. സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി കഴിയുന്ന സമൂഹങ്ങളെ അകറ്റി അതിനിടയിൽ കിടന്ന് ഓരോ പ്രശ്നമുണ്ടാക്കി മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളാണ് വാസ്തവത്തിൽ ഈ ഛത്തീസ്ഗഡ് പ്രശ്നം ഇത്രയധികം വഷളാക്കിയത്. ഈ തരത്തിൽ ഇതൊരു വഷളാക്കേണ്ട ഒരു വിഷയമായിരുന്നില്ല. നിയമം അവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പരാതി ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കേണ്ട പോലീസിന്റെ കടമയാണെന്ന് അറിയാം. പക്ഷേ ആ കന്യാസ്ത്രീകൾക്ക് നീതിയാണ് കിട്ടേണ്ടതെങ്കിൽ ആ കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. പക്ഷേ അതിനെ ഇത്രയധികം ഊതിപ്പെരിപ്പിച്ച് ഒരു വലിയ വിഷയമാക്കി ഒരു സംഘർഷാത്മകമായ സ്ഥിതിവിശേഷത്തിലേക്ക് വരുത്തിയതാരാണ്? ബസ്തർ ബിഷപ്പിന്റെ പ്രസ്താവന വളരെ വ്യക്തമാണ്. അദ്ദേഹം ഉള്ള സത്യം തുറന്നു പറഞ്ഞു. ഇനിയും നിരവധി ആളുകൾ സത്യം തുറന്നു പറയാനുണ്ട്. അവരെല്ലാവരും സത്യമാണ് പറയുന്നതെങ്കിൽ വസ്തുത എന്ത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഈ കാര്യത്തിൽ വസ്തുത ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതറിയണം. ഭാരതീയ ജനതാ പാർട്ടിയെ കരുതേറ്റ് കാണിക്കാനും അതുപോലെ ജനമധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിൽ തുറന്നു കാണിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്തെടുക്കാൻ CPM-ഉം കോൺഗ്രസും ശ്രമിക്കുകയായിരുന്നു. അവർ നിരവധി പച്ചക്കള്ളം ഈ നാട്ടിൽ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഓരോന്നായി പുറത്തു വരികയാണ്. BJP ക്രൈസ്തവർക്കെതിരാണ്, ക്രൈസ്തവരുടെ ശത്രുക്കളാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് കോൺഗ്രസിന്റെയും CPM-ന്റെയും ആവശ്യമാണ്. അതവരുടെ രാഷ്ട്രീയ ആവശ്യമാണ്. ആയിക്കൊള്ളട്ടെ. പക്ഷെ പച്ച നുണകൾ പറഞ്ഞ് ഈ തരത്തിൽ ഒരു സാമുദായിക വിദ്വേഷം, മതവിഭാഗങ്ങൾ തമ്മിൽ വിദ്വേഷമുണ്ടാക്കി മുതലെടുപ്പ് നടത്താനാണ് ശ്രമിച്ചതെന്ന് വളരെ വ്യക്തമാണ്. ഈ ക്രൈസ്തവ ബിഷപ്പ്, ഇപ്പോൾ ബസ്തറിലെ ബിഷപ്പ് പറഞ്ഞ സത്യം വാസ്തവത്തിൽ ജനങ്ങൾ അറിയണം. ഇനിയും ഒട്ടേറെ സത്യം പുറത്തു വരാനുണ്ട്. അപ്പോൾ മാത്രമേ ഒരു ക്ലിയർ പിക്ചർ, വസ്തുതകളുടെ ഒരു യഥാർത്ഥ സ്വരൂപമെന്ത് എന്ന് ജനങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ. ശ്രീ കുമ്മനം രാജശേഖരൻ, നമുക്കറിയാം കേരളത്തിൽ നടക്കുന്ന ഒരു പ്രചരണം ഈ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ക്രൈസ്തവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാനോ അല്ലെങ്കിൽ ഈസ്റ്റർ പോലുള്ള ആഘോഷങ്ങളൊക്കെ കാര്യമായി പുറത്ത് തെരുവുകളിൽ ആഘോഷിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നൊക്കെയുള്ള വലിയ നുണ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രബലമായ മുന്നണികളും നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ബിഷപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നും തുടർച്ചയായി ഇത്തരം ആഘോഷങ്ങൾ നടക്കുന്നു. മാത്രമല്ല വനവാസി സമൂഹത്തിൻ്റെ പിന്തുണ. ഒപ്പം എടുത്തു പറയേണ്ടത് ഛത്തീസ്ഗഡിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന വിഷ്ണുദേവ് സായിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ വിവിധ പദ്ധതികൾ പോലും ഈ ക്രൈസ്തവ മിഷണറിമാരെ ഏൽപ്പിക്കുന്നുണ്ട്. സർക്കാരും മിഷണറി സിസ്റ്റവും യോജിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണത്തിനുള്ള വലിയൊരു തിരിച്ചടി എന്ന നിലയിൽ തന്നെ നമ്മൾ ഇതിനെ കാണണ്ടേ ഈ പ്രതികരണത്തെ? ഛത്തീസ്ഗഡിലെ BJP സർക്കാരിനെതിരെ ഈ നാട്ടിൽ പ്രചരിപ്പിച്ച പലതും പച്ചക്കള്ളമായിരുന്നു ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. അവിടെ ക്രൈസ്തവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ വിശേഷ ദിവസങ്ങൾ ആചരിക്കാൻ കഴിയുന്നില്ല, അവരൊക്കെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുകയാണ് എന്നുവരെ പ്രചരിപ്പിക്കുന്ന കോൺഗ്രസിന്റെയും CPM-ന്റെയും കുടില തന്ത്രങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. അവിടുത്തെ PCC അധ്യക്ഷൻ പറഞ്ഞ കാര്യം ജനം TV പുറത്തുവിട്ടിരുന്നു. അതാണ് വസ്തുത. അവിടത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ യാതൊരു വിധത്തിലുള്ള മതപരമായ വിദ്വേഷമോ വെറുപ്പോ പകയോ ഉണ്ടാക്കുന്ന യാതൊരു നീക്കങ്ങളും സർക്കാരിന്റെ ഭാഗത്തൊന്നുമില്ല.
അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുമില്ല. പക്ഷേ ഇവിടുത്തെ പ്രചരണം എന്താണ്? അവിടെ തെരുവീതിയിലൂടെ സ്വതന്ത്രമായി നടക്കാൻ പോലും അവിടുത്തെ ക്രൈസ്തവർക്ക് കഴിയില്ല എന്ന രീതിയിലാണ് അവരുടെ പൗരാവകാശങ്ങൾ നിഷേധിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വരുത്തിക്കൊണ്ടിരുന്നത്. അതും മീഡിയ, ഒരു ഭാഗം മീഡിയ എന്ന് ഞാൻ പറയുന്നുള്ളൂ, അവരും അത് ഏറ്റുപിടിച്ച് ഇവിടെ പ്രചരണം നടത്തുകയാണ്. ഞാൻ 4 ദിവസമായിട്ട് ഡൽഹിയിലുണ്ടായിരുന്ന ആളാണ്. അവിടുത്തെ പത്രങ്ങൾ പരിശോധിച്ചു, ദേശീയ മാധ്യമങ്ങൾ പരിശോധിച്ചു. അവർക്കൊന്നും ഇങ്ങനെ ഒരു കാര്യം അവിടെ ഉള്ളതായിട്ട് പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അവരൊക്കെ ഒരു സംഭവം നടന്നതിന്റെ വസ്തുത ജനങ്ങളെ ധരിപ്പിക്കുകയാണ് മാധ്യമധർമ്മം. പക്ഷെ ഇതിനെ വേറെ രീതിയിൽ ഊതി പെരിപ്പിച്ച് വളച്ചൊടിച്ച് ചില സത്യങ്ങളെ പലതിനെയും തമസ്കരിച്ച് എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടത്തി, എന്ത് മുതലെടുപ്പ് നടത്തി, എന്ത് നേട്ടം ഉണ്ടാക്കാനാണ് ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ബസ്തർ ബിഷപ്പ് തന്റെ ഇടത്തോടുകൂടി ഉള്ള കാര്യം വെട്ടിത്തുറന്ന് പറയാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. യെസ്.